ഹായ് എവരിവൺ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് വിവരങ്ങൾ പല സോഴ്സുകളിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇൻ്റർനെറ്റിലൂടെ, പത്രങ്ങളിലൂടെ, ന്യൂസ് ചാനലുകളിലൂടെ നമുക്കങ്ങനെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ശരിയാണോ? ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഒപ്പം ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കിട്ടിയാൽ നമ്മളിത് എങ്ങനെ അനലൈസ് ചെയ്യും? ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത്, ദ ഫാക്ട് ചെക്കർ. സ്വാഗതം ആദ്യത്തെ വീഡിയോയിലേക്ക്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സ്വാഗതം. ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഒരു പരസ്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. ആപ്പിൾ ഐഫോൺ എക്സ് 999 രൂപയ്ക്ക്, അതായത് 90% വിലക്കുറവിലാണ് ഈ ഫോണ് കിട്ടുന്നത് എന്നാണ് ഈ പരസ്യം. ഈ പരസ്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പരസ്യത്തോടൊപ്പം അവർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത് bit.ly എന്ന ഒരു വെബ്സൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വെബ്സൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ സൈറ്റല്ല. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തുന്നത് ഖബറെഹിന്ദി.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആമസോണിൻ്റെ അതേ ഫോർമാറ്റിലുള്ള ഒരു വെബ്സൈറ്റ് ആയിട്ടാണ്, അതായത് വ്യാജ വെബ്സൈറ്റ് തന്നെയാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമസോൺ ഫുൾഫിൽഡ്, അതായത് ആമസോൺ തന്നെ പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ വിലയോടൊപ്പം നമുക്ക് കാണാം 90% വിലക്കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ബൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത പേജ് വരുന്നത് 6 പേരിലേക്ക് അല്ലെങ്കിൽ 8 പേർക്ക് ഈ പരസ്യം നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ അതിന് നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് പേജിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കാർഡ് നമ്പർ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, പിന്നെ CVV നമ്പർ, പിന്നെ നമ്മുടെ അക്കൗണ്ട് ഹോൾഡറുടെ പേര്, ഇങ്ങനെയൊക്കെയുള്ള ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ ഡാറ്റ പോകുന്നത് അവരുടെ സെർവറിലേക്കാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ മണി ലോട്ടിങ് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇത്തരം പരസ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഒതൻറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണോ, അതായത് ആപ്പിളിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ ആമസോണിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് അത്രയെങ്കിലും പരിചയമുള്ള വെബ്സൈറ്റുകളാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരം ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. 90% വിലക്കുറവിൽ ഒരു ഗാഡ്ജറ്റ് ലഭിക്കുക, അതും ഐഫോണിൻ്റെ ഒരു ഫോൺ ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ മിക്കവരും ഈ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരം ചതിയിൽപ്പെടാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇത്തരം കമ്പനികൾ അവരുടെ രീതിയിൽ, അതായത് ആമസോണിൻ്റെ പോലെ ഉള്ള ഡിസൈനിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരുടെ പേഴ്സണൽ വിവരങ്ങൾ ചോർത്തുകയും ഒപ്പം ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഇവർ ലോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചതിയിൽ പെടാതെ നോക്കുക. ഇതുപോലുള്ള കൂടുതൽ തട്ടിപ്പുകളുടെ അല്ലെങ്കിൽ ഫേക്ക് നോട്ടിഫിക്കേഷനുകളുടെ വിവരങ്ങളുമായി വീണ്ടും നന്ദി, നമസ്കാരം.